ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന നമ്മൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് യു സി കാറ്റഗറിയിൽ വരുന്ന വണ്ടി യു സി എഞ്ചിന് വരുന്ന സർവീസാണ്. യു സി എഞ്ചിന് സർവീസ് ഏതൊക്കെ പാർട്സുകൾ ഏതൊക്കെ സമയങ്ങളിൽ മാറ്റണം എന്നുള്ള നമ്മൾ പ്രിക്കോഷൻ നൽകുമ്പോൾ പല വാഹനങ്ങളും പല സംഗതികളും ആ ഒരു ടൈമിൽ മാറ്റിയാൽ തന്നെ വഴി കൊടുങ്ങാതൊക്കെ ഉള്ളൂ. ചില വണ്ടികൾ അതൊന്നും മാറ്റില്ലെങ്കിൽ ഓടുന്നുണ്ട്, അത് വഴി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടോ ചെയ്തിട്ടോ ഗുഡ്സ് കയറ്റിട്ടോ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും ചെയ്യാതിരിക്കാൻ എത്ര വരെ സേഫ് ആയിട്ട് ഈ ഒരു സംഗതികളൊക്കെ ഓടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു വണ്ടി എടുക്കുന്ന ആളുകളാണെങ്കിലും വണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ സർവീസ് ഹിസ്റ്ററി, അതായത് സർവീസ് ബുക്ക് ഒന്നുമില്ലാത്ത വണ്ടികളായിരിക്കും സെക്കൻഡ് ഹാൻഡ് വണ്ടി കൂടുതലുണ്ടാവുക. ഏതൊക്കെ കിലോമീറ്ററിൽ എത്രയൊക്കെ മാറണം, ഏതൊക്കെ കിലോമീറ്റർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മിക്കവാറും ആളുകൾ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നിൽക്കാൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഉള്ളത് ഉപയോഗിക്കുന്നവർ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത മാതിരി ഏതൊക്കെ നോക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പല ആളുകളും എടുക്കുന്ന ആളുകൾ പറയും ഓയിൽ അടുത്ത് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഓയിൽ സർവീസ് കഴിഞ്ഞിട്ടുള്ള ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, നിങ്ങളൊന്ന് വണ്ടി എടുത്ത് ചെക്ക് ചെയ്തോളൂ, ഓണിൽ ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഓയിൽ മാറ്റാറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എഞ്ചിന്റെ ബ്ലഡ് ആണ് ഓയിൽ എന്ന് പറഞ്ഞത്. ഈ ഓയിൽ കറക്റ്റായിട്ട് മാറ്റിയിട്ടുള്ള വണ്ടിന്റെ ഓയിലിന്റെ എഞ്ചിന്റെ പെർഫോമൻസ്, എഞ്ചിന്റെ ഹീറ്റിംഗ്, മൈലേജിന് എല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്ന സംഗതി എഞ്ചിൻ ഓയിൽ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ സാധാരണ BS3 BS4 വണ്ടികളിലൊക്കെ പറഞ്ഞിരുന്നത് BS6 വരുന്നത് ഒരു 6000 കിലോമീറ്റർ ആയിരുന്നു. അത് മിനറൽ ഓയിലായിരുന്നു അന്നൊക്കെ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. മോട്ടലിന്റെ ഓയിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ പല ബ്രാൻഡുകളും മാറി മാറി അവർ വെണ്ടറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം SP വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ടൈഡ് വാട്ടർ, അങ്ങനെ ഒരുപാട് ഓയിലുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ 6000 കിലോമീറ്റർ മിനറൽ ഓയിൽ ഉപയോഗിച്ചിട്ട് 6000 കിലോമീറ്റർ ആയിരുന്നു റോയൽ എൻഫീൽഡ് BS3 BS4 വണ്ടികളൊക്കെ ഓടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു BS6 അതിന് ശേഷം സെമി സിന്തറ്റിക് ഓയിൽ 20%, സെമി സിന്തറ്റിക് 20% സിന്തറ്റിക് ഓയിൽ ബ്ലെൻഡ് ചെയ്ത ഓയിലിനാണ് സെമി സിന്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സെമി സിന്തറ്റിക് ഓയിൽ 10000 കിലോമീറ്ററിലാണ് മാറ്റേണ്ടത് എന്നാണ് സർവീസ് സെൻ്ററുകാർ പറയുന്നതെങ്കിലും കൂടെ ഒരു ഓയിൽ കമ്പനി 10000 കിലോമീറ്റർ സെമി സിന്തറ്റിക് മാറ്റാൻ പറയുന്നില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം സെമി സിന്തറ്റിക് ഓയിൽ 7000, 8000, സിന്തറ്റിക് ആണെങ്കിലും 8000 കിലോമീറ്റർ മാറ്റണം എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഞാൻ വണ്ടി എഞ്ചിൻ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ക്ലച്ച് കേസോ അല്ലെങ്കിൽ മാഗ്നറ്റിക് കേസോ ഒക്കെ ക്ലച്ച് കേസും മാഗ്നറ്റിക് കേസോ കഴിക്കുന്ന സമയങ്ങളിലും ഈ 10000 കിലോമീറ്ററിൽ മുകളിൽ ഓടുന്ന വണ്ടികളിലെല്ലാം എഞ്ചിൻ വളരെയധികം ബ്ലാക്കിഷ് ആണ്. അതായത് വളരെ ഡാർക്ക് ആയിട്ടുണ്ട് എഞ്ചിനുള്ളിൽ. നേരെ മറിച്ച് ഒരു 3000, 4000, 5000, 6000 കിലോമീറ്ററിലൊക്കെ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് പോകണം. അപ്പം ഈ അടുത്തൊരു വണ്ടി 2013 വണ്ടി കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് കാണിച്ചിട്ടില്ല. ഒരു 4000, 5000 കിലോമീറ്ററിൽ ഓടുന്ന വണ്ടി എഞ്ചിൻ ഇതുവരെ അയച്ചിട്ടില്ല കേട്ടോ. BS3 വണ്ടിയാണ്, 2012 വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഉള്ളൊക്കെ കണ്ട് നമുക്ക് അത്ഭുതമായി. ഇപ്പോൾ അത്രയും ക്ലീനാണ് എഞ്ചിൻ. അപ്പം നമ്മൾ സെമി സിന്തറ്റിക് ആണെങ്കിലും, ഇപ്പം ഞാനിപ്പോൾ സെമി സിന്തറ്റിക് 20% ഇതിൽ സിന്തറ്റിക് ബ്ലെൻഡ് ചെയ്യണമെന്നുള്ള കണ്ടറിയണം. എൻ്റെ ഒരു അഭിപ്രായമാണത്. അപ്പോൾ പ്രീമിയം മിനറൽ ഓയിലിനായി നമുക്ക് എല്ലാ ഓയിലും സെമി സിന്തറ്റിക് തന്നെ കിട്ടുന്ന ഓയിൽ വരെ മിനറൽ ഓയിൽ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മൾ എഞ്ചിൻ ഓയിൽ എന്തായാലും ഒരു 6000 കിലോമീറ്റർ മാറ്റി കൊടുക്കുക. ഒരു 6 കഴിഞ്ഞിട്ടുള്ള ഒരു 7000 കിലോമീറ്റർ. അപ്പോൾ 7000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6000, 7000 കിലോമീറ്റർ, 7000 ഒറ്റ സ്ട്രെച്ചിൽ ഓടിയേക്കരുത്. ഒരു എന്താ ഒരു ഓയിൽ കൺസപ്ഷൻ ചെറിയ രീതിയിൽ എല്ലാ വണ്ടിയിലും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 3000 കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തതിന് ശേഷം എഞ്ചിൻ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ, ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് 3000 കിലോമീറ്റർ ആവും. അതിനാണ് പഴയ വണ്ടികളൊക്കെ BS3 വണ്ടികൾ 6000 കിലോമീറ്ററാണ് സർവീസ് പറഞ്ഞിരുന്നത്. 6000-ലാണ് ഓയിൽ ചേഞ്ച് ഉണ്ടായിരുന്നത്. 3000 കിലോമീറ്റർ സർവീസിൽ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുമായിരുന്നു. അത് പോരായ്മയുള്ള ഓയിൽ ഫില്ല് ചെയ്തിട്ട് ഓയിൽ ലെവൽ ചെയ്യായിരുന്നു. നമ്മളൊന്നും ജനറൽ സർവീസും ചെയ്യുന്ന ആളുകളായിരിക്കണം മിക്കവാറും റോയൽ എൻഫീൽഡ് ഓണേഴ്സ്. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് വണ്ടി എടുത്ത ആൾ സെക്കൻഡ് ഓണേഴ്സ് കൂടുതൽ ജനറൽ സർവീസിന് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്ന ഒരു 3000 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ എന്തായാലും ഓയിൽ ചേഞ്ച് ടോപ്പ് അപ്പ് ചെയ്യുക. എഞ്ചിൻ പോരായ്മയുള്ള ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തോളൂ. ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കഴിഞ്ഞാൽ ഓയിൽ വല്ലാതെ കുറയും. ടാപ്പറ്റ് നോയ്സ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെയാണ്. കാരണം ടാപ്പറ്റ് ഹൈഡ്രോളിക് വാൽവ് ലിഫ്റ്റർ ഉപയോഗിക്കുന്ന പിന്നെ ഓയിലിന്റെ പ്രഷർ കൊണ്ടാണ് വാൽവ് ലിഫ്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഏത് രീതിയിൽ കുറഞ്ഞു വന്നാലും ഹൈഡ്രോളിക്കിനെ ബാധിക്കും, എഞ്ചിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഒരു 3000 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് എഞ്ചിൻ ഓയിൽ, അതിനെ കൂടെ തന്നെ എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യുക. 6000 കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ മാറ്റുക, 6000 കിലോമീറ്റർ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുക, 3000 കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത് ഓയിലിന്റെ കാര്യത്തിൽ. പിന്നെ എഞ്ചിൻ സെക്ഷൻ ഫിൽട്ടർ വരുന്നുണ്ട്.
പിന്നെ സെക്കൻഡറി ഡ്രൈയിങ് മാഗ്നറ്റ് പ്ലഗ് വരുന്നുണ്ട്. ആ സെക്ഷൻ ഫിൽറ്ററിന് അടിയിൽ ചെറിയ ഒരു നെറ്റ് മാതിരിയുള്ള ഫിൽറ്റർ ഉണ്ടാവും. അത് ഫിൽറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും അത് അയക്കണം, അത് ക്ലീൻ ചെയ്യണം. അതെല്ലാ സർവീസ് ഓയിൽ ചേഞ്ചിന്റെ സമയത്തും, അത് ഓയിൽ ചേഞ്ചിന്റെ സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഒരു മാഗ്നറ്റ് പ്ലഗ് വരുന്നുണ്ട്. ചെറിയൊരു മാഗ്നറ്റിന്റെ ഒരു 19ന്റെ ബോൾട്ടിന്റെ മുകളിൽ ചെറിയ മാഗ്നറ്റിന്റെ ഒരു കഷ്ണം ഉണ്ടാവും. അത് എഞ്ചിനിലുള്ള ചെറിയ ചെറിയ പിന്നെ മെറ്റൽ പാർട്ടിക്സുകളൊക്കെ പിടിച്ചെടുക്കാനുള്ള, തേയ്മാനമുള്ള മെറ്റൽ പാർട്ടിക്സ് പ്ലഗ് ആണ്. അതൊന്ന് ക്ലീൻ ചെയ്യുക. അതാണ് ഓയിൽ ചേഞ്ചിനോട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ മെയിൻ പിന്നെ പോണ സംഗതി സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ എല്ലാ 3000 കിലോമീറ്ററിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് റീപ്ലേസിങ് ടൈം ഇത് പറയുന്നത് എഞ്ചിൻ ഓയിൽ പിന്നെ സ്പാർക്ക് പ്ലഗിന്റെ റീപ്ലേസിങ് പറയുന്നത് 30,000 കിലോമീറ്റർ ആണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. അത് പ്രിക്കോഷൻ നിലക്ക് 30,000 കിലോമീറ്ററിൽ മാറ്റണം. അപ്പം വല്ല ഹൈ സ്പീഡിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്താ 20,000 കിലോമീറ്ററിൽ മുകളിൽ എഞ്ചിൻ ഓയിൽ സ്പാർക്ക് പ്ലഗ് മാറ്റാൻ നിൽക്കരുത്. 20,000 ആകുമ്പോൾ സ്പാർക്ക് പ്ലഗ് 2 മാറ്റി കൊടുക്കുക. BS6 ആണ് ഒരു സ്പാർക്ക് പ്ലഗേ വരുന്നുള്ളൂ. BS4 ആകുമ്പോൾ 2 സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്പാർക്ക് പ്ലഗ് വീക്കായാലും വണ്ടി ഓടും, പെർഫോമൻസ് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ BS6 അങ്ങനെയല്ല, ഒറ്റ സ്പാർക്ക് പ്ലഗ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് 20,000 കിലോമീറ്റർ ആകുമ്പോൾ ഒരു 20-25 മാക്സിമം കേട്ടോ. ഞാനൊരു പ്രിക്കോഷൻ നിലക്ക് പറയുകയാണെങ്കിൽ വഴി കൊടുക്കാതൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്പാർക്ക് പ്ലഗ് ഒരു 25,000 കിലോമീറ്ററിൽ മാറ്റി കൊടുക്കുക. പിന്നെ എച്ച് ഡി ലീഡ്സ്, പിന്നെ ക്രാക്ക് കാര്യങ്ങൾ, ഇഗ്നിഷൻ കോയിലിന്റെ ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രാക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ വയറ് ഫംഗസ് കയറിയിട്ടൊന്നുള്ള കാര്യത്തിൽ ആ കാര്യം ചെക്ക് ചെയ്യുക. പിന്നെ വരുന്ന കാർബേറ്റർ ആണ്. കാർബേറ്റർ എല്ലാ 1000 കിലോമീറ്റർ കൂടുന്ന സമയത്തും ട്യൂൺ ചെയ്ത് പിന്നെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ ആവശ്യം ട്യൂൺ ചെയ്ത് കൊണ്ടെടുക്കുക. അതാണ് കാർബേറ്ററിന്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. കാർബേറ്റർ ക്ലീനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 12 മാസം, അതായത് 12,000 കിലോമീറ്റർ കൂടുമ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല വല്ലാതെ വെള്ളമോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സെക്ഷൻ വെച്ചിട്ട് 6 മാസം കൂടുമ്പോൾ അങ്ങനെ കാർബേറ്റർ എന്തായാലും ക്ലീൻ ചെയ്യുക. ഒരു ക്ലൈമറ്റ് കഴിയുമ്പോൾ, അതായത് ഒരു മഴക്കാലം കഴിയുന്ന സമയത്ത് കാർബേറ്ററിന് ക്ലീൻ ചെയ്യുക. അടുത്ത മഴക്കാലം തുടങ്ങുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക. അതായിരിക്കും കാർബേറ്റർ ക്ലീനിങ് കാര്യത്തിൽ. ഇപ്പം E20 പെട്രോൾ വരുമ്പോൾ കുറച്ച് റിയർലൈറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും കാർബേറ്റർ മാത്രമല്ല, ഫ്യൂൽ ടാങ്ക് ഒരു 6 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്യുക. അതിലെ വെള്ളം പിന്നെ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഫ്യൂൽ ടാങ്ക് വല്ലാതെ തുരുമ്പ് വരുന്നത്. അപ്പൊ തുരുമ്പ് വരാൻ എല്ലാ ടാങ്കുകളും തുരുമ്പാണ് മെയിൻ കാരണം. നമ്മൾ ടാങ്ക് ശ്രദ്ധിക്കുകയല്ലേ, വല്ല കരട് വരല്ല, വെള്ളം കയറി വളരെയധികം ബുദ്ധിമുട്ടാണ് സമയത്ത് മാത്രമേ നമ്മൾ ഫ്യൂൽ ടാങ്കിന് ആലോചിക്കുകയുള്ളൂ. 6 മന്ത് കഴിയുമ്പോൾ ഫ്യൂലിന്റെ കോക്ക് അയക്കുക, ഫ്യൂൽ ടാങ്ക് ക്ലീൻ ചെയ്യുക, വെള്ളം ഒഴിവാക്കിയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തതിനു ശേഷം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ക്ലച്ചിന്റെ ഫ്രീ പ്ലേ ആണ്. ക്ലച്ചിന്റെ പിന്നെ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുക, ക്ലച്ചിന്റെ ലിവർ ലൂബ് ചെയ്യുക, അതൊക്കെയാണ് സർവീസ് ചെയ്യുന്നത്. പിന്നെ റബ്ബറോസ്, എയർ ഫിൽട്ടർ, കാർബേറ്റർ, റബ്ബറോസ് എല്ലാ കാര്യങ്ങളും 12,000 കിലോമീറ്റർ കൂടുമ്പോൾ എല്ലാ റബ്ബറോസുകളും റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് കമ്പനി റെക്കമെൻഡേഷൻ. അത് റബ്ബറോസ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് ആവുന്ന ഭാഗങ്ങളാണ്. മറ്റു സാധാരണ നല്ല ചൂട് ഭാഗങ്ങളിലൊക്കെ ഹീറ്റ് വരും. അതേമാതിരി കാർബേറ്റിന്റെ അഡാപ്റ്റർ, റബ്ബറിന്റെ അഡാപ്റ്ററാണ് പോകുന്നത്. ആ ഒരു അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ക്രാക്ക് ആവും. അതല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡേർഡൊക്കെ കിക്ക് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ തിരിച്ചു വരും. അത് തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവാത്ത പ്രശ്നം വരും. അതുകൊണ്ട് 12,000 കിലോമീറ്റർ കഴിയുമ്പോൾ, അതല്ല ഇങ്ങനെ ഒരു വർഷം, ഒരു മാക്സിമം 1-2 വർഷം, മാക്സിമം 1.5 വർഷം, അതിന്റെ കൂടുതൽ ആ ഒരു കാർബേറ്റിന്റെ അഡാപ്റ്റർ വെച്ച് ഓടാതെ വെക്കുകയാണെന്നല്ല നമ്മൾ പ്രിക്കോഷനിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ വണ്ടി വല്ലപ്പോഴും ലോങ് ഒക്കെ ഓടുന്ന സമയത്ത്, ലോങ് ആയിട്ട് ഓടുന്ന ആളുകളാണെങ്കിൽ വല്ല സമയം എവിടെ ബുദ്ധിമുട്ടാതിരിക്കാനും, അതുകൊണ്ട് നമുക്ക് പിന്നെ വഴിയിലാവാതിരിക്കാനും ആണ് ഞാനൊരു കാര്യം പറഞ്ഞു. റബ്ബറോസ് എന്നാൽ 12,000 കിലോമീറ്റർ റോയൽ എൻഫീൽഡ് പറയുന്നതെങ്കിലും ആ ഒരു 12,000 കിലോമീറ്റർ അല്ല, 12,000 കിലോമീറ്റർ ഡെയിലി നല്ല റണ്ണിംഗ് ഇല്ലാതെ 12,000 കിലോമീറ്റർ ഓടിയാൽ മതി. അതല്ല റണ്ണിങ് കുറവാണെങ്കിൽ ഒരു പെറിയ 2 വർഷം കൂടുമ്പോൾ എന്തായാലും നിങ്ങളെ കാർബേറ്റർ റബ്ബറോസ് കംപ്ലീറ്റ് അങ്ങ് മാറ്റി കൊടുക്കുക. റോയൽ എൻഫീൽഡിന്റെ എയർ ഫിൽട്ടർ എലിമെന്റ് എല്ലാ കാര്യങ്ങളും 16,000 കിലോമീറ്ററിൽ ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. ഒരു മിനിറ്റ് പോസ്. ഞാൻ വേറെ കസ്റ്റമർ അതിൻ്റെ ഇടയിൽ വന്നു, അതുകൊണ്ട് ഞാൻ പോസ് ചെയ്യാൻ വീഡിയോ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് സിലിണ്ടർ. പിന്നെ അടുത്ത് വരുന്നത് എയർ ഫിൽട്ടർ എലിമെന്റ് ആണ്. എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്ന ഹൈവേ റണ്ണിംഗ് ഒക്കെ ആണെങ്കിൽ 15,000 കിലോമീറ്ററിൽ ഇൻസ്പെക്ട് ചെയ്യുക. 15,000 കിലോമീറ്റർ 12,000 കിലോമീറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഓരോരോ 6,000 കിലോമീറ്റർ അല്ലെങ്കിൽ നല്ല ഡസ്റ്റ് ഏരിയയിൽ ഓടുന്ന എയർ ഫിൽട്ടർ എപ്പോഴും നമ്മൾ ഓടുന്ന ടെറൈൻ അനുസരിച്ചാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. നല്ല ഡസ്റ്റ് ഏരിയ ഒക്കെയാണ്, ഓഫ് റോഡൊക്കെയാണ്, മണ്ണും പൊടിയുള്ള റോഡൊക്കെയാണ്, ഒരു 3,000 കിലോമീറ്റർ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. അല്ല ഒരു 12,000 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം, വലിയതാണ്, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ വില 200 സംതിങ് മാത്രമേ വില വരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് നല്ല രീതിയിൽ മൈലേജിനെ ബാധിക്കും. അതുകൊണ്ട് അതിൽ യാതൊരു എക്സ്ക്യൂസ് നമ്മൾ ചെയ്യരുത്. പിന്നെ വരുന്നത് ബാറ്ററി, ഇലക്ട്രോണിക് ലെവലാണ് എല്ലാ കാര്യത്തിലും. അതിൻ്റെ ബാറ്ററി ലെവൽ, വാട്ടർ ലെവൽ, ഇപ്പം കൂടുതൽ വണ്ടികളും പഴയ വണ്ടികൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ വലിയ വണ്ടികളിൽ ട്രൈസലാണ്, അതെല്ലാം മറ്റേതാണ്. പിന്നെ മിനസ് ഫ്രീ ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നോക്കേണ്ട കാര്യമല്ല. പഴയ വെള്ളം ഒഴിക്കുന്ന ബാറ്ററിയാണ്. എപ്പോഴും ബാറ്ററിന്റെ ആ ഒരു വാട്ടർ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുക.
പിന്നെ ഫ്യൂൽ ടാങ്ക് ഫിൽറ്റർ ഞാൻ പറഞ്ഞു. പിന്നെ റിയർ വീൽ, പിന്നെ ഡ്രൈവ് ചെയിൻ എപ്പോഴും 1000 കിലോമീറ്റർ ചെയിൻ ടൈറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ 1000 കിലോമീറ്റർ നമുക്ക് മാക്സിമം 1000 കിലോമീറ്റർ ആണ് ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ മാക്സിമം നല്ല രീതിയിലൊക്കെ ത്രോട്ടിൽ കൊടുത്ത് പിടിച്ച് ഗ്രാജുവൽ അല്ലാതെ പൊട്ടിച്ച് ഒരു 500 കിലോമീറ്റർ ചെയിൻ ലൂസ് ആവും. അത് കറക്റ്റ് ആയിട്ട് 1000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും നമ്മൾ പിന്നെ നിർബന്ധമായിട്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് കറക്റ്റ് ലെവൽ അലൈൻമെന്റ് നോക്കി ചെയിൻ ടൈറ്റ് ചെയ്തിട്ട് ലൂബ് ചെയ്ത് കൊണ്ടെടുക്കുക. അതാണ് ചെയിൻ്റെ ലൈഫ് കേട്ടോ. ചെയിൻ്റെ ലൈഫ് പറഞ്ഞാൽ 6000 7000 പോകുന്ന ആളുകളുണ്ട്, 10000 പോകുന്ന ആൾ, 15000 പോകുന്ന 40000 ആയിട്ടും പോവാത്ത ആളുകളുണ്ട്. നമ്മൾ യൂസ് ചെയ്യാണ് ചെയിൻ സ്പോക്കറ്റിന്റെ കാര്യം. പിന്നെ അതാണ് ചെയിൻ സ്പോക്കറ്റിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഫോർക്ക് ഓയിൽ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നല്ല രീതിയിൽ യാത്രാസുഖത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഫോർക്ക് ഓയിൽ എന്ന് പറഞ്ഞാൽ. ആ പഴയ വണ്ടികളിലൊക്കെ പറഞ്ഞ UC വണ്ടികൾ 9000 കിലോമീറ്റർ റീപ്ലേസ് ചെയ്യണം എന്നാണ്. പല ആളുകളും ആ ഒരു കാര്യം മൈൻഡേ ചെയ്യാറില്ല. അതുകൊണ്ട് ഫോർക്ക് ഓയിൽസ് 9000 കിലോമീറ്ററിൽ ഇപ്പം 18 20 മാറ്റുന്ന പുതിയ വണ്ടിയിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും 15000 കിലോമീറ്റർ കൂടുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഫോർക്ക് ഓയിൽ മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു സിംഗാമിന്റെ പിയറ്റ് ബുഷിപ്പിംഗ്, സിംഗാമിന്റെ ഒരു ആക്സിൽ വരുന്നുണ്ട്. ആ ഒരു ആക്സിൽ എല്ലാ കാര്യങ്ങളിലും പിന്നെ ഒരു 6000 കിലോമീറ്റർ ഓടുമ്പോൾ ആക്സിലൊക്കെ നയിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സിംഗാമിന്റെ ആക്സിൽ പൊട്ടിയിട്ട് തുരുമ്പ് പിടിച്ച് കുടുങ്ങാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല ആ ഒരു ലൂബ്രിക്കേഷൻ 6000 കിലോമീറ്റർ ഓടുമ്പോൾ സിംഗാമിന്റെ ആക്സിൽ വെച്ച് ലൂബ്രിക്കേഷൻ നല്ല സ്മൂത്ത് വർക്കിങ്ങിന് വൈബ്രേഷൻ കുറയാനൊക്കെ നല്ലൊരു ഇതാണ് വരുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ സാധാരണ ജനറൽ സർവീസിന്റെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം. റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിക്കോഷൻ ശ്രദ്ധിക്കാനുള്ള കാര്യം മെയിനായിട്ട് സ്പാർക്ക് പ്ലഗ് നോക്കുക. ലോങ് ഓടുന്ന സ്പാർക്ക് പ്ലഗ് എന്തായാലും കറക്റ്റ് സമയത്ത് റീപ്ലേസ് ചെയ്യുക. റബ്ബർ പാഡ്സ്, കാർബറേറ്ററിന്റെ ആ ഒരു അഡാപ്റ്റർ അത് നിർബന്ധമായിട്ട് 12 കിലോമീറ്റർ മാറ്റി കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ എടുത്ത വണ്ടിയാണ് കൂടെ അഡാപ്റ്റർ എന്തെങ്കിലും ചീർത്തിട്ടോ ക്രാക്കോ വല്ലതും ഉണ്ടെങ്കിൽ അത് എന്തായാലും മാറ്റി കൊടുക്കുക. പിന്നെ ഹാൻഡിൽ ബാറിന്റെ കാര്യങ്ങൾ, പിന്നെ വൈബ്രേഷന്റെ കാര്യങ്ങൾ കറക്റ്റ് 8 ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിനിന്റെ ഫൗണ്ടേഷൻ ബോൾട്ടുകൾ കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലിവറിന് കാര്യങ്ങളൊക്കെ ശരിയായത് ലൂബ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ്. സ്പോക്സ് ടൈറ്റിങ് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ സ്പോക്ക് വീലിന്റെ സ്പോക്ക് അലൈൻമെന്റും ടൈറ്റനിങ്ങും. അപ്പോൾ മിക്കവാറും വണ്ടികൾ നമ്മുടെ അടുത്ത് വേറെ സ്പോക്ക് പൊട്ടിയിട്ട് 5 6 സ്പോക്കൊക്കെ പൊട്ടിയിട്ട് ഓടുന്ന ആളുകളിൽ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വാഹനം ഒരു ബുള്ളറ്റ്, ടൂ വീലർ, ഏതൊരു വാഹനമാണെങ്കിലും ഏറ്റവും ഡേഞ്ചർ ആണ് ബുള്ളറ്റ്. റോയൽ എൻഫീൽഡ് അല്ല, ബൈക്ക് എന്ന് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഏറ്റവും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും മരണസാധ്യത ഉള്ള ഒരു വാഹനമാണ് ബുള്ളറ്റ്, അല്ല ടൂ വീലർ. അപ്പം നമ്മുടെ ജീവനും കൊണ്ട് ഓടുന്ന വാഹനമാണ്. നമുക്കൊരു 10 പൈസ ലാഭിക്കുക എന്ന് വിചാരിച്ചാൽ അതിന് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ എഞ്ചിനവിടെ നിന്ന് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, വണ്ടിയുടെ നിൽക്കുള്ളൂ. പക്ഷെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ബ്രേക്ക് ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ് ആരും തന്നെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഡിസ്ക് ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ഒരു 12000 കിലോമീറ്റർ ഓടുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റി തന്നെ വേണം നിർബന്ധമായിട്ട്. ആ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റി കൊടുക്കുക. ബ്രേക്കിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യരുത്. 2 ബ്രേക്കും ഓക്കെ ആണെങ്കിൽ മാത്രമേ വണ്ടി എടുത്ത് പുറത്തിറങ്ങാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വണ്ടി പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുറച്ചൊരു അലംഭാവം കാണിച്ചാലും ഈ ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു അലംഭാവം കാണിക്കരുത്. അത് എന്ത് പാഡ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഇതാണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ജാം വേണ്ടിയ ഒരു കാരണവശാലും നിങ്ങളെ വണ്ടി കൊണ്ടിറക്കരുത്. നമ്മളെ ജീവനാണ്, നമ്മളെ പ്രതീക്ഷ, നമ്മളൊരു കുടുംബം വീട്ടിലുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഫാൾട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആയുസ്സിനെ ഭീഷണിയുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രണ്ടിലെ MC കിറ്റൊക്കെ പോയിട്ട് പമ്പ് ചെയ്താൽ മാത്രം പിടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, പമ്പ് ചെയ്ത് പിടിക്കും. പക്ഷെ ആ പമ്പിങ് എമർജൻസി ഘട്ടങ്ങൾ നമുക്ക് കൈ അങ്ങനെ വരില്ല. ഓട്ടോമാറ്റിക് ആണ്. നമുക്കറിയാം വണ്ടി കയറി ഇരുന്ന് ഓട്ടോമാറ്റിക് ആണ് എല്ലാ വർക്കിങ്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ബ്രേക്ക് അപ്ലൈ ചെയ്യുക, അറിഞ്ഞുകൊണ്ടല്ല ക്ലച്ച് അപ്ലൈ ചെയ്യുക. അപ്പൊ ആ ഒരു സമയങ്ങളിൽ ആ ഒരു ഓർത്തെടുത്ത് മെമ്മറിന്ന് എടുത്തതിന് പമ്പ് ചെയ്യണമെന്നുള്ള ഓർമ്മ നമ്മൾ കൈക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓർമ്മയിലില്ലാത്തൊരു വിഷയം, നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയം എമർജൻസി ഘട്ടങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ആ ഒരു സമയത്ത് ഒറ്റപ്പെടുത്താൻ നമ്മൾ പിടിക്കില്ല, ആ സമയത്ത് ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിന് എമർജൻസി ഘട്ടങ്ങൾ ഒരു കാരണവശാലും ആ ഒരു പമ്പ് ഇതിലെ പെടുത്തി നമുക്ക് നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും MC കിറ്റ് വീക്ക് ആയിട്ടുള്ള വണ്ടികളിൽ അത് മാറ്റി കൊടുക്കുക. ചെറിയ 250 രൂപ മാത്രം, 230 രൂപ വില മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് നമ്മളെ ജീവനാണ്, നമ്മളെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു കാരണം, ആ ഒരു ഇതുകൊണ്ട് ആ ഒരു പൈസ ലാഭിക്കരുത്. പൈസ നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബ്രേക്കിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്രണ്ട് റിയർ എന്തായാലും എല്ലാ 9000 കിലോമീറ്റർ ഒരു 9000 കിലോമീറ്റർ ഓടുമ്പോൾ എന്തായാലും നിങ്ങൾ മാറ്റി കൊടുക്കുക കേട്ടോ. ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്രണ്ട് ആണ്, ഡിസ്ക് ആണെങ്കിലും ബാക്ക് ആണ്, ലോങ് പോകുന്ന വണ്ടികൾക്ക് എന്താണെങ്കിലും ആ .4 ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഒരു കാരണവശാലും .3 ഓയിൽ റെഡ് കളറിലെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.